ആരോഗ്യ മേഖലയിലും സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തി താലിബാൻ. മിഡ്വൈഫറി, നഴ്സിംഗ് എന്നീ മേഖലകളിൽ മാത്രമായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നത്. നിലവിൽ ഇവയ്ക്കും താലിബാൻ സർക്കാർ പൂട്ടിട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇനി മുതൽ സ്ത്രീകൾ ക്ലാസുകളിലേക്ക് വരേണ്ടതില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഈ മേഖലയിലുള്ള വിവിധ സ്ഥാപനങ്ങളാണ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയിപ്പ് നൽകിയെങ്കിലും താലിബാൻ സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും ഇവിടെ നിന്നും പരിശീലനം നേടുന്ന സ്ത്രീകൾ പറയുന്നുണ്ട്. രാജ്യത്ത് ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് താലിബാന്റെ പുതിയ നീക്കം. 17,000-ലധികം യുവതികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മെഡിക്കൽ പരിശീലനം നടത്തിവരുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് താലിബാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് നടത്തിപ്പുകാർ പറയുന്നത്. 2021-ൽ താലിബാൻ അധികാരത്തിലേറിയ സമയം മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. നിലവിൽ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസാന മാർഗത്തിനാണ് താലിബാൻ തടയിടുന്നത്. സ്ത്രീകളെ ചികിത്സിക്കാൻ പുരുഷ ഡോക്ടർമാർക്ക് അനുവാദമില്ല എന്ന കാരണത്താലാണ് ഈ മേഖലയിൽ മാത്രം സ്ത്രീകൾക്ക് ഇളവ് ലഭിച്ചിരുന്നത്. അതേസമയം സ്ത്രീകൾക്ക് നിരവധി വിലക്കുകളാണ് താലിബാൻ കുറഞ്ഞ സമയം കൊണ്ട് മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് ഇങ്ങനെയായിരുന്നു: സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അഫ്ഗാൻ സ്ത്രീകൾ മുഖം മുഴുവനായി മറയ്ക്കണമെന്നും ആവശ്യമെങ്കിൽ ബ്ലാങ്കറ്റ് ഉപയോഗിക്കണമെന്നുമാണ് താലിബാൻ പുറത്തിറക്കിയ ഒരു വിലക്ക്. അല്ലാത്ത പക്ഷം ജോലി നഷ്ടപ്പെടുമെന്നും താലിബാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ അധികാരമേറ്റ ശേഷം പ്രധാന സർക്കാർ സർവീസിൽ നിന്നെല്ലാം സ്ത്രീകളെ പിരിച്ചുവിട്ടിരുന്നു. ഇവരിൽ ചില സ്ത്രീകളെ പുതിയ വ്യവസ്ഥകൾ തയ്യാറായ ശേഷം ജോലിക്ക് തിരിച്ചെടുക്കുമെന്ന് താലിബാൻ വ്യക്തമാക്കിയിരുന്നു. മുഖവും ശരീരവും മറയ്ക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങി ജോലിക്ക് പോകരുതെന്ന് താലിബാൻ സർക്കാരിന്റെ മൂല്യബോധന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ചെയ്യാത്ത സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നും സർക്കാർ മുന്നറിയിപ്പിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഹിജാബ് പിന്തുടരാം, എന്നാൽ വസ്ത്രധാരണത്തിൽ വിട്ടുവീഴ്ചകൾ പാടില്ല. ശരീരം പൂർണ്ണമായി മറയ്ക്കണം. ബ്ലാങ്കറ്റ് അണിയേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യണം. താലിബാൻ പ്രതിനിധി മുഹമ്മദ് സദേഖ് ആകിഫ് മുജാഹിർ രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. രാജ്യത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് മൃദു സമീപനം പുലർത്തുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ പ്രവേശിച്ച താലിബാൻ പൊതു ഇടങ്ങളിൽ സംഗീതം നിരോധിക്കുകയും സ്ത്രീകൾ പങ്കെടുത്ത TV പരിപാടികൾ നിരോധിക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനിൽ നിന്ന് തനിച്ച് ദൂരയാത്രകൾ ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കില്ലെന്നും താലിബാൻ നേരത്തെ പറഞ്ഞിരുന്നു. പുരുഷ കുടുംബാംഗം ഒപ്പമില്ലാതെ ഒരു സ്ത്രീക്ക് 72 കിലോമീറ്ററിനപ്പുറം യാത്ര ചെയ്യാൻ അനുമതിയില്ല. ഹിജാബുകൾ അണിയാത്ത സ്ത്രീകൾക്ക് വാഹന ഉടമകൾ ലിഫ്റ്റ് നൽകരുതെന്നും അഫ്ഗാൻ സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകർ TVയിൽ വാർത്താവതരണം നടത്തുമ്പോൾ ഹിജാബ് ധരിച്ചിരിക്കണം. വാഹനങ്ങളിൽ സംഗീതം പാടില്ല. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയിരുന്നെങ്കിലും നിരവധി മാധ്യമ പ്രവർത്തകർക്കു നേരെ അക്രമമുണ്ടായി. സർവകലാശാലകളിൽ പെൺകുട്ടികളുടെ വസ്ത്രധാരണം സംബന്ധിച്ചും ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ രാജ്യത്ത് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസാന മാർഗം ആരോഗ്യ മേഖല മാത്രമാണ്. അവസാനം താലിബാൻ അതിനും പൂട്ടിട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.